വിരമിച്ച കേരള ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ 90 ലക്ഷം രൂപ കൈമാറ്റം ചെയ്ത് 18 അക്കൗണ്ടുകളിലേക്കെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അക്കൗണ്ടുകളിലൂടെ 28 ലക്ഷം രൂപ മരവിപ്പിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഒരു ഹൈക്കോടതി ജഡ്ജിയൊക്കെ പറ്റിക്കാൻ ഈ ഓൺലൈൻകാർക്ക് കഴിയുന്നു എന്ന് പറയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം എത്രയോ കേസുകൾ കേട്ട ആളായിരിക്കും. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 2013 ഹൈക്കോടതിയിൽ റിട്ടയർഡായ ശശിധരൻ നമ്പ്യാർക്കാണ് ഈ അപകടം പറ്റിയത്. അതായത് അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ആഡ് ചെയ്യപ്പെട്ടത്. ആ ഗ്രൂപ്പിൽ പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവർ ഒരു ലിങ്ക് അയച്ചു നൽകുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷെയർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം, അവിടെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന ചില പദ്ധതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അതേ ലിങ്ക് വഴി തന്നെ അവർ നിർദ്ദേശിച്ച അക്കൗണ്ടുകളിലേക്ക് പണവും നൽകുകയാണ്. അങ്ങനെ 90 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ 90 ലക്ഷം രൂപ ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് പോയി എന്നുള്ളത് ഏറെക്കുറെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബീഹാർ, ജയ്പൂർ, ഹരിയാന, ദുബായ് കേന്ദ്രീകരിച്ചുള്ള 18 അക്കൗണ്ടുകളിലേക്കാണ് അതിൽ 28 ലക്ഷം രൂപ പോയിരിക്കുന്നത്. ആ 28 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. ഈ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ, അതായത് ഈ തട്ടിപ്പ് നടത്തി ഈ ലിങ്കൊക്കെ അയച്ചു നൽകിയ ആളുകളെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ പണം പോയ വഴികളൊക്കെ പോലീസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഈ സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ ഇപ്പോൾ ഫോണുകളിലടക്കം വരുന്നുണ്ട്. ഒരു ഫോൺ വിളിക്കുമ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ തട്ടിപ്പിനിരയാകുന്ന ആളുകളുടെ, ഇത്തരത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ പോലും തട്ടിപ്പിനിരയാകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. എന്തായാലും ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വളരെ വ്യാപകമാകുന്നുണ്ട്. മാത്രമല്ല ഇത് അന്വേഷിച്ചു പോയ സൈബർ സെല്ലിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഈ ജാർഖണ്ഡിലെയും അതേപോലെ ബീഹാറിലെയും ഒക്കെ തന്നെ ചില പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത അധോലോക മാഫിയകൾ വസിക്കുന്ന ഇടങ്ങളിലിരുന്നാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷ പോലും അപകടത്തിലാണ്. കാര്യം അവിടുത്തെ പോലീസ് സഹായിക്കുമെങ്കിലും ഇത്തരം ഏരിയകളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് വലിയൊരു ബാലികേറാമല തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും. കാരണം ഈ അപകടകാരികളായ ആൾക്കാരുടെ നടുവിലേക്ക് ചെന്നുപെട്ടാൽ അവർ ജീവനോട് നമ്മളെ തിരിച്ചയച്ചു എന്ന് വരില്ല. നമ്മുടെ പോലീസ് സംവിധാനം കരുത്താർച്ചതാണെങ്കിൽ പോലും വലിയ പോലീസ് സേനയുടെ സഹായത്തോടെ മാത്രമേ ഇത്തരം ഏരിയകളിൽ റെയ്ഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പല കുറ്റവാളികളെയും ഈ അന്വേഷിച്ചു പോയിട്ടുള്ള സൈബർ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയെങ്കിലും അവരെ തിരിച്ചു പിടിച്ചുകൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ സഹായിച്ച് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോലുള്ള വലിയ സേനയെ വിട്ടുകൊടുത്താൽ മാത്രമേ ഇത്തരം ആളുകളെ കയ്യാമം വെച്ച് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നിയമത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്താൻ കഴിയും. എന്തായാലും ഈ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും സംശയം തോന്നില്ല ചോദിച്ചാൽ നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഓൺലൈൻ തട്ടിപ്പിൻ്റെ നടുവിൽ ഇനി നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. സാക്ഷര കേരളം ഇതിനൊന്നും നിന്നു കൊടുക്കില്ല എന്ന് ഉത്തരേന്ത്യയിലുള്ള ചില ആളുകളെ നമ്മൾ വിശ്വസിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.